മലങ്കര കാത്തലിക് ടിവിയുടെ ഈ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുണ്യചരിതർ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പല വർണ്ണങ്ങളിൽ പകർത്തുന്ന ഒരു പട്ടുകുപ്പായമാണെന്ന് പറയാം. ദൈവസ്നേഹത്തിൻ്റെ എരിയുന്ന തീച്ചുളയിൽ സ്വയം നീറിയവരാണ് വിശുദ്ധാത്മാക്കൾ. ഈ ധന്യമായ ജീവിതങ്ങളെ അടുത്തനുകരിക്കുന്നതും അവരെ മനസ്സിലാക്കുന്നതും നമ്മളുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിക്ക് എന്നും പ്രചോദനമാണ്. ഈ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ ജൂലിയൻ, വിശുദ്ധ സ്തേഫാനോസ് സഹദ, നീസായിലെ വിശുദ്ധ ഗ്രിഗറി. ജനുവരി 7 വിശുദ്ധ ജൂലിയൻ. 4-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ക്രിസ്തീയ ദമ്പതികളാണ് വിശുദ്ധ ജൂലിയനും ബസിലിസായും. ഈജിപ്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. വിവാഹബന്ധത്തിലൂടെ ഇവർ ഒന്നായെങ്കിലും ബ്രഹ്മചര്യവ്രതം പാലിക്കുകയും ആശ്രമതുല്യമായ ജീവിതം നയിക്കുകയും ചെയ്തു. തങ്ങളുടെ വരുമാനം മുഴുവൻ പാവങ്ങളെയും രോഗികളെയും സഹായിക്കാൻ അവർ ചെലവഴിച്ചു. അശരണരായ രോഗികളുടെ ചികിത്സയ്ക്കായി അവരുടെ ഭവനത്തെ ഒരു ആശുപത്രിയാക്കി മാറ്റി. ഇവരുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ധാരാളം പേർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തയ്യാറായി. ബസിലിസായുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരു സന്യാസ ആശ്രമം സ്ഥാപിച്ചു. ക്രൂരമായ അനേകം പീഡനങ്ങൾക്ക് ശേഷം ബസിലിസ ശാന്തമായി മരിച്ചു. വിശുദ്ധയുടെ മരണത്തിനു ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമായി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജൂലിയൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി മറ്റ് 7 ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. ആദിമസഭയിൽ വളരെയധികം ആദരിക്കപ്പെട്ട 2 വിശുദ്ധരാണ് ജൂലിയനും ബസിലിസായും. പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിൽ ധാരാളം ആശുപത്രികളും അഗതി മന്ദിരങ്ങളും ഇവരുടെ പേരിലുണ്ട്. ഈ വിശുദ്ധരുടെ വിശുദ്ധിയുടെ പരിമളം നമ്മിലും സംജാതമാകട്ടെ. ഇവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാവങ്ങളോടും അഗതികളോടുമുള്ള യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. ഈ കാലഘട്ടത്തിൽ ഭൗതിക ദാരിദ്ര്യത്തിനുപരിയായി ആത്മീയ ദാരിദ്ര്യം, സ്നേഹരാഹിത്യം, മാനസിക സംഘർഷം, ഒറ്റപ്പെടുത്തൽ, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തകളാൽ കഴിയുന്ന ധാരാളം പേർ നമുക്കും നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടാൻ, സാന്ത്വനത്തിൻ്റെ സ്പർശമാകാൻ ഈ വിശുദ്ധരുടെ മാതൃക എന്നും കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവരി 8 മാർ സ്തേഫാനോസ് സഹദ. സഭയിലെ ആദ്യത്തെ ഡീക്കനും ആദ്യത്തെ രക്തസാക്ഷിയുമാണ് സ്തേഫാനോസ് സഹദ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-7 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. പാലസ്തീനായിലെ ഒരു നാട്ടിൻപുറത്ത് പുണ്യപുരാതനമായ കുടുംബത്തിൽ യാക്കോബിൻ്റെയും അന്നയുടെയും മകനായി സ്തേഫാനോസ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ദൈവകൽപ്പനകൾ കൃത്യമായി പാലിക്കുകയും മതാത്മക ജീവിതം നിഷ്ഠയോടെ നയിച്ചവരുമായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന മാതാപിതാക്കൾ കിരീടം എന്നർത്ഥമുള്ള സ്തേഫാനോസ് എന്ന പേര് അവന് നൽകി. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലും മതകാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിലും ബാലനായ സ്തേഫാനോസ് ബദ്ധശ്രദ്ധനായിരുന്നു. രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് റബ്ബിമാരിൽ നിന്നും അറിഞ്ഞ സ്തേഫാനോസ് ഈ രക്ഷകൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ബേദലഹേമിൽ സകല ജനത്തിനും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി യേശു ജനിച്ചു. അവൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി നാട്ടിലെങ്ങും ചുറ്റി സഞ്ചരിക്കുന്നു എന്ന വാർത്ത സ്തേഫാനോസ് കേട്ടു. ഈ യേശുവായിരിക്കുമോ ലോകരക്ഷകൻ എന്ന സംശയം സ്തേഫാനോസിൽ ഉടലെടുത്തു. യേശുവിനെ നേരിൽ കാണാൻ ആഗ്രഹിച്ച് അവനെ തേടിയിറങ്ങി. ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന യേശുവിനെ അവൻ കണ്ടുമുട്ടി. എന്തെന്നില്ലാത്ത ആനന്ദം അവനിൽ നിറഞ്ഞു. ഇനിയുള്ള നാളുകൾ ഈ രക്ഷകനു വേണ്ടി ജീവിക്കുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു.
യേശുവിൻ്റെ വഴികളിൽ പലപ്പോഴും അവൻ സഹയാത്രികനായി ജനക്കൂട്ടത്തോടൊപ്പം യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവൻ ശ്രദ്ധയോടെ ശ്രവിച്ചു. യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആഗ്രഹിച്ച സ്തേഫാനോസിനെ യേശു തൻ്റെ 72 ശിഷ്യരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. നാട്ടിൻപുറങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിച്ച സ്തേഫാനോസിൻ്റെ വാക്കുകൾ അനേകർക്ക് മാനസാന്തരത്തിന് കാരണമായി. സർവപ്രതാപത്തോടെ ഇസ്രയേലിനെ ഭരിക്കുന്ന ഒരു രാജാവിനെയാണ് മറ്റുള്ളവരെ പോലെ സ്തേഫാനോസും മിശിഹായിൽ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണം അവനിൽ നിരാശയുളവാക്കി. എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് കേട്ട സ്തേഫാനോസിൽ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു. ഉദ്ധിതനായ ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരു ദിവസം രാത്രിയിൽ യേശു അവന് പ്രത്യക്ഷപ്പെട്ടു. ആ ദർശനത്തോടുകൂടി അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറി. പെന്തക്കോസ്ത കഴിഞ്ഞ് ക്രിസ്ത്യാനികളുടെ സംഖ്യ പെരുകിയപ്പോൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കാൻ ശിഷ്യന്മാർക്ക് സമയം തികയാതെ വന്നു. അങ്ങനെ വിവേകമതികളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ അവർ തിരഞ്ഞെടുത്തു. അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെ ഡീക്കന്മാരായി നിയമിച്ചു. അവരിൽ പ്രധാനിയായിരുന്നു സ്തേഫാനോസ്. കൃപാവരവും ഭക്തിയും നിറഞ്ഞ സ്തേഫാനോസ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വിജ്ഞാനപൂർണമായിരുന്നു. അവയെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നു എന്നാരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെട്ടു. പ്രധാന പുരോഹിതൻ്റെ ചോദ്യത്തിന് സ്തേഫാനോസ് നൽകിയ പ്രഗത്ഭമായ മറുപടി അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ നാം കാണുന്നു. യഹൂദ ചരിത്രം വിവരിച്ച ശേഷം അദ്ദേഹം അവരെ വെല്ലുവിളിച്ചു. ദുശാഠ്യക്കാരെ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ സദാ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു. പ്രവാചകന്മാരിൽ ആരെയെങ്കിലും നിങ്ങൾ മർദ്ദിക്കാതിരുന്നിട്ടുണ്ടോ? ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചു, എന്നാൽ നിങ്ങളത് അനുസരിച്ചില്ല. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഇത് കേട്ടയുടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു. ആ സമയം സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക. കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ജീവൻ വെടിഞ്ഞു. അങ്ങനെ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസ് മാറി. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ അതേപടി പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് സ്തേഫാനോസ്. സാവൂൾ എന്ന തീഷ്ണമതിയായ യഹൂദനെ പൗലോസ് എന്ന വലിയ മിഷനറിയാക്കി മാറ്റാൻ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് കഴിഞ്ഞു. സഭാപിതാവായ വിശുദ്ധ യൗസേബിയൂസ് പറയുന്നു, സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം എ പെർഫെക്റ്റ് മാർട്ടിഡം. അതായത് യേശുവിൽ ജീവിച്ച് യേശുവിന് വേണ്ടി മരിച്ച വിശുദ്ധ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം ഒരു പെർഫെക്റ്റ് മാർട്ടിഡമായിരുന്നു. പീഡനകാലത്ത് വിസ്മരിക്കപ്പെട്ട് കിടന്ന വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ലൂഷ്യൻ എന്ന വന്യവൈദികൻ കണ്ടെത്തി AD 460 വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഡമാസ്കസിലുള്ള ഇവസോസായിൽ പണികഴിപ്പിച്ച ബസിലിക്കായിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഡീക്കന്മാരുടെ പ്രത്യേക മധ്യസ്ഥനായി സ്തേഫാനോസ് വണങ്ങപ്പെടുന്നു. വിശുദ്ധ തെർത്തുല്യൻ പറയുന്നു, രക്തസാക്ഷികളുടെ ചുടുനിടം വീണു കുതിർന്ന മണ്ണിൽ സഭാതരു അതിവേഗം പടർന്നു പന്തലിച്ചു. ഇന്നും ഈ രക്തസാക്ഷിത്വവും പീഡനവും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തെ മാറ്റുരയ്ക്കുന്ന അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം കൈവെടിയാതെ അവസാന ശ്വാസം വരെയും ക്രിസ്തുവിനെ ധീരമായി പ്രഘോഷിക്കാൻ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ജനുവരി 10 നീസായിലെ മാർ ഗ്രിഗോറിയോസ്. AD 335 കേസറിയായിലെ കപ്പദോക്കിയയിലാണ് വിശുദ്ധ ഗ്രിഗറിയുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവായ ബെസേലിയോസ് കേസറിയായിലെ പ്രസിദ്ധനായ ഒരു അധ്യാപകനും മാതാവ് എമിലി ഉത്തമയായ ഒരു സ്ത്രീയുമായിരുന്നു.
അവർക്ക് 10 മക്കളുണ്ടായിരുന്നു. അതിൽ 4 പേർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. മഹാനായ വിശുദ്ധ ബെസേലിയോസ്, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ പീറ്റർ, വിശുദ്ധ മക്രീന. ഈ ഉത്തമരായ ദമ്പതികളുടെ മാതൃകാപരമായ ജീവിതം ഗ്രിഗറിയെ ഏറെ സ്വാധീനിച്ചു. ഗ്രിഗറിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭവനത്തിൽ തന്നെയായിരുന്നു. സമപ്രായക്കാരായ യുവാക്കൾ ലോകത്തിൻ്റെ സുഖമോഹങ്ങൾ ജീവിച്ചപ്പോൾ ഗ്രിഗറി തിന്മ നിറഞ്ഞ ലോകത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഗ്രിഗറി കോൺസ്റ്റാന്റിനോപ്പിൾ ചെന്ന് തർക്കശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പ്രഭാഷണ കലയിലും പ്രാവീണ്യം നേടി. ജ്യേഷ്ഠനായ ബേസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഏഥൻസിലേക്ക് പോയി. അവിടുത്തെ വിദ്യാഭ്യാസത്തിനു ശേഷം അവിടെ അധ്യാപകനായി. അവിടെ വെച്ച് ഗ്രിഗറി തെയോസേബിയ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. തൻ്റെ പിതാവിൻ്റെ കുടുംബം പോലെ തന്നെ വിശുദ്ധവും മാതൃകാപരവുമായ ഒരു കുടുംബമായിരുന്നു ഗ്രിഗറിയുടേത്. പലപ്പോഴും ഒരു വൈദികനാകാൻ ഗ്രിഗറിയെ ബേസിൽ ഉപദേശിച്ചിരുന്നു. ഒരിക്കൽ തൻ്റെ ഉത്തമ സുഹൃത്തായ ഗ്രിഗറി നസിയാൻസിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു. ഗ്രിഗറിക്ക് ഒരു വൈദികനാകാനുള്ള കൂടുതൽ ചിന്തകൾ നൽകുന്നതായിരുന്നു ആ കത്ത്. അധ്യാപക ജോലി ഉപേക്ഷിച്ച് തൻ്റെ നാഥനു വേണ്ടി പുരോഹിതനാകാൻ ഗ്രിഗറി തീരുമാനിച്ചു. തെയോസേബിയയ്ക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രിഗറിയുടെ പുതിയ തീരുമാനത്തെ ജ്യേഷ്ഠനായ ബേസിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. തൻ്റെ ആശ്രമത്തിലേക്ക് ഗ്രിഗറിയെ അദ്ദേഹം ക്ഷണിച്ചു. അങ്ങനെ ഒരു വൈദികനാകുക എന്ന ലക്ഷ്യത്തിന് തുടക്കമായി. ബേസിലിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദൈവശാസ്ത്രത്തിലും ആരാധനാക്രമത്തിലും സഭാപരമായ കാര്യങ്ങളിലും ഗ്രിഗറി അറിവ് നേടി. തുടർന്ന് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. ആശ്രമത്തിലെ പ്രാർത്ഥനയിലും ഗ്രന്ഥപാരായണത്തിലും നിയമങ്ങളനുസരിച്ച് അദ്ദേഹം വൈദിക ജീവിതം നയിച്ചു. AD 370 കേസറിയായിലെ മെത്രാനായി ബേസിൽ നിയമിതനായി. ഈ സമയത്ത് കപ്പദോക്യായിൽ ആര്യൻ പാഷണ്ഡതയുടെ സ്വാധീനം വർദ്ധിച്ചു. ചില മെത്രാന്മാർ ഇതിനെ സ്വാഗതം ചെയ്തത് സഭയ്ക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ പാഷണ്ഡതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉപാധി എന്ന വണ്ണം ബേസിൽ പുതിയ ഭദ്രാസനങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ദക്ഷിണ അർമേനിയയിലെ നീസ എന്ന ചെറു നഗരത്തിലെ മെത്രാനായി സഹോദരനായ ഗ്രിഗറിയെ തിരഞ്ഞെടുത്തു. ഒരു മെത്രാനാകുന്നതിനോട് ഗ്രിഗറിക്ക് താൽപ്പര്യമില്ലായിരുന്നെങ്കിലും സഹോദരനായ ബേസിലിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം AD 371 മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. നീസായിലെ മെത്രാനായി സ്ഥാനമേറ്റ ശേഷം ഗ്രിഗറി ആദ്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നഗരത്തിലെ ദരിദ്രരുടെയും നിരാലംബരുടെയും പാവങ്ങളുടെയും അഗതികളുടെയും നേർക്കായിരുന്നു. നീസായിലെ നഗരത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നു. അങ്ങനെയിരിക്കെ നീസായിലെ നഗരത്തിൽ പെട്ടെന്ന് ഒരു ക്ഷാമം പടർന്നു പിടിച്ചു. ഈ കഷ്ടതയുടെ കാലത്തും ജനങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിവേകപൂർവം കൈകാര്യം ചെയ്യുവാൻ ഗ്രിഗറി ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു. നീസായിലെ മെത്രാനായ ഗ്രിഗറി ഒരിക്കലും നീസായിലെ ഭരണാധിപന്മാരുടെ പ്രീതി നേടുവാനായി ഒന്നും ചെയ്തിരുന്നില്ല. AD 376 മെത്രാന്മാർ സുനഗദോസ് കൂടി ഗ്രിഗറിയെ നീസായിലെ മേലധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. തുടർന്ന് 2 വർഷക്കാലത്തെ ഗ്രിഗറിയുടെ അജ്ഞാതവാസവും താപസ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെ വളരെയേറെ സ്വാധീനിച്ചു. AD 378 വാൻസ് ചക്രവർത്തിക്കു ശേഷം ഗ്രാസിയൻ ഭരണമേറ്റെടുത്തപ്പോൾ സ്വന്തം ഭദ്രാസനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട മെത്രാന്മാർക്കെല്ലാം ഭരണം തിരികെ നൽകുവാൻ ഉത്തരവിട്ടു. അങ്ങനെ നീസായിലെ മെത്രാനായിരുന്ന ഗ്രിഗറിക്ക് സ്വന്തം രൂപതയിൽ തിരികെ എത്തുവാൻ അവസരം ലഭിച്ചു. ഗ്രിഗറിയുടെ തിരിച്ചുവരവിൽ ജനങ്ങൾ സന്തോഷിച്ചു. താമസിയാതെ തന്നെ ഗ്രിഗറി മുടങ്ങിപ്പോയ തൻ്റെ അജപാലന ദൗത്യങ്ങൾ തുടർന്നു. സത്യവിശ്വാസത്തിനു വേണ്ടി പോരാടിയ ബേസിൽ AD 379 ജനുവരി 1 ഇഹലോകവാസം വെടിഞ്ഞു. ബേസിലിൻ്റെ വേർപാട് ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയത് സഹോദരൻ ഗ്രിഗറിയെയായിരുന്നു. ബേസിലിൻ്റെ മരണത്തോടെ ലോകത്തിൽ തനിക്കിനി ആശ്രയിക്കുവാൻ ആരുമില്ലെന്ന സത്യം ഗ്രിഗറി മനസ്സിലാക്കി.
ജ്യേഷ്ഠൻ്റെ മരണത്തിനു ശേഷം ഗ്രിഗറി കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനിടയാവുകയും നൂതന ജീവിതശൈലിയുടെ ആരംഭകനായി ഭവിക്കുകയും ചെയ്തു. AD 379 അന്ത്യോക്യയിലെ ഒരു പ്രാദേശിക സുന്നകദോസ് വിളിച്ചുകൂട്ടുകയും പാലസ്തീനയിലെയും അറേബ്യയിലെയും പ്രാദേശിക സഭകളെല്ലാം സന്ദർശിക്കുക, ശീഷ്മകളും പാഷണ്ഡതകളും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുക എന്നീ ദൗത്യങ്ങൾ മെത്രാന്മാർ ഗ്രിഗറിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഏറ്റെടുത്ത ദൗത്യം അവിശ്വസനീയമാം വിധം വേഗത്തിൽ ഭംഗിയായി പൂർത്തിയാക്കുവാൻ ഗ്രിഗറിക്ക് സാധിച്ചു. പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി ഗ്രിഗറി കീഴടക്കിക്കൊണ്ടിരുന്നു. സുന്നകദോസ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നതിനിടയിൽ AD 380 സെബാസ്റ്റ്യായിലെ ആർച്ച് ബിഷപ്പായി ഗ്രിഗറി നിയമിക്കപ്പെട്ടു. അക്കാലത്ത് നിലനിന്നിരുന്ന പാഷണ്ഡതകളും ശീഷ്മകളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നിക്യ വിശ്വാസ പ്രമാണത്തിന് സമൂഹത്തിൽ കൂടുതൽ താൽപ്പര്യം ജനിപ്പിക്കുന്നതിനും അതിനെ ജനകീയമാക്കുന്നതിനും വേണ്ടി AD 381 മെയ് മാസത്തിൽ തിയോഡോഷ്യസ് ചക്രവർത്തി ഒരു സാർവത്രിക സുന്നകദോസ് വിളിച്ചുകൂട്ടി. ഈ സാർവത്രിക സുന്നകദോസിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഗ്രിഗറിക്കുണ്ടായിരുന്നത്. ജ്യേഷ്ഠനായ ബേസിലിനെ പോലെ തന്നെ പാഷണ്ഡതയ്ക്കെതിരായി അദ്ദേഹം ശക്തിയായി പ്രസംഗിച്ചു. സഭാകാര്യങ്ങൾക്കായുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘയാത്രകൾ ഗ്രിഗറിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ ശോചനീയമാക്കി. രോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി. പല ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും രോഗം ഭേദമായില്ല. രോഗം മൂർച്ഛിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലായി. ശ്വാസോച്ഛ്വാസം കുറഞ്ഞു തുടങ്ങിയതോടെ മരണാസന്നർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി. പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കണ്ണുകൾ തുറന്നു. തുടർന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് AD 394 ഗ്രിഗറി ഇഹലോകവാസം വെടിഞ്ഞു. ഈ വിശുദ്ധരിൽ തിളങ്ങി നിന്ന സഹോദര സ്നേഹവും സഭാസ്നേഹവും നമുക്ക് മാതൃകയാക്കാം. ഇന്ന് സഭയ്ക്കെതിരായി ഉണ്ടാകുന്ന എല്ലാവിധ തിന്മകളെയും ജാഗ്രതയോടെയും ധീരതയോടെയും നമുക്ക് നേരിടാം. തിരുസഭയെ നമ്മുടെ ചങ്കോട് ചേർത്ത് വയ്ക്കാം. ശിരസ്സായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ പണിതുയർത്തുന്നതിൽ നമുക്ക് ബദ്ധശ്രദ്ധരാകാം. ഇതിന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആമീൻ.